ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനായി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യ വാരം ഇന്ന് ബുധനാഴ്ചയോടെ പിന്നിടുകയാണ്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 5,80,00,000 സ്വന്തമാക്കിയ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 11,70,00,000 രൂപയാണ്. 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ചിത്രം കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് 40 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 12,10,00,000 രൂപയാണ്. ഏകദേശം 17 കോടി രൂപയ്ക്ക് കേരളത്തിലെ വിതരണം ഏറ്റെടുത്ത ഗോകുലം മൂവീസിന് നിലവിൽ 5-5.5 കോടി റേഞ്ചിൽ മാത്രമേ ഷെയർ നേടിയെടുക്കാനായിട്ടുള്ളൂ. ഓണച്ചിത്രങ്ങൾ നാളെ തിയേറ്ററിലെത്തുന്നതോടെ കേരളത്തിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഗോട്ട് എന്ന സിനിമയ്ക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗ് കളക്ഷനായി 31,50,00,000 സ്വന്തമാക്കിയ സിനിമ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് 80 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ തമിഴ്നാട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 108 കോടി രൂപയായിരുന്നു. ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 121,50,00,000 സ്വന്തമാക്കിയ സിനിമ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 10 കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട് കളക്ഷനായി 131,50,00,000 സ്വന്തമാക്കിയ സിനിമ 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച 8 കോടിയോളം രൂപ തമിഴ്നാട് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 140 കോടിയോളം രൂപയാണ്. നിലവിലെ ട്രെൻഡോടെ തമിഴ്നാട്ടിൽ ഈ സിനിമ മുന്നേറുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ ചിത്രം 200 കോടിയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് സിനിമാ ലോകത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് സിനിമ 325 കോടി രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയാണ്. അങ്ങനെ ആദ്യ ഒരാഴ്ച 7 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 340 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 400 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 400 കോടി തന്നെയാണ്. കാരണം ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 200 കോടി രൂപയ്ക്കാണ്. നാളെ സെപ്റ്റംബർ 12 വ്യാഴാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ പ്രീ സെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കുറച്ചു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 80 ലക്ഷത്തോളം രൂപ പ്രീ സെയിൽ കളക്ഷനായി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട്. ചിത്രം വളരെ മികച്ച ബുക്കിംഗ് തന്നെയാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നതും. ഓണം റിലീസായി നാളെ സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തുന്ന മറ്റൊരു സിനിമ കിഷ്കിന്ധ കാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളായി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ ത്രില്ലർ സിനിമ കേരളത്തിൽ 125ഓളം സ്ക്രീനുകളിലാണ് പ്രദർശനത്തിനെത്തുന്നത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് മികച്ച സ്ക്രീൻ കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഗൾഫ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഫാഴ്സ് ഫിലിംസ് ആണ്. UAEയിലും ചിത്രത്തിന് മികച്ച സ്ക്രീൻ കൗണ്ട് തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമ നിലവിൽ 10 ലക്ഷത്തിൽ താഴെ മാത്രമേ പ്രീ സെയിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളൂ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.